ഹലോ, എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? എല്ലാരും എനർജി അപ്പൊ എല്ലാരും സുഖായിരിക്കുന്നു. എല്ലാരും സുഖായിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലത്തെ വീഡിയോക്കുള്ള ഇൻട്രോ എടുക്കലാണ്. ഞാൻ ഇന്നലെ ഇൻട്രോ എടുത്തില്ല, വൈൻഡപ്പ് ചെയ്തില്ല. അപ്പൊ ഞാൻ ഓർത്ത് അതൊക്കെ കൂടിയാണ് മിക്സ് ചെയ്ത് സെറ്റാക്കി. പിന്നെന്താ വേറെന്താ നമ്മള് ഫോണിൽ സംസാരിക്കും. ഈ കല്യാണം കഴിഞ്ഞിട്ട് ദൂരെയുള്ള ആൾക്കാര് ആ പുതുക്കൊക്കെ എഴുതി കഴിഞ്ഞാ പിന്നെന്താ വേറെന്താ പറ നീ പറ. അപ്പൊ ഇത് ഹവാസിന്റെ സ്പെഷ്യൽ പ്ലേസ് ആണ്. ഗോൾഡൻ ജ്യൂസ് ഇവിടുന്ന് അവൾക്ക് ഇപ്പൊ പുറത്തിറങ്ങിയ ഗോൾഡൻ ജ്യൂസ് ഷവർമ്മ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും റിപ്പീറ്റ് ചെയ്തിട്ട്. അപ്പൊ ആ ഒരു പ്ലേസ് ആണ് ഇത്. ഇത് അവളുടെ ഫേവറേറ്റ് ആണ്. ഇവിടുത്തെ ഷവർമ്മ പൊളിയാണ്. ഇതാണ് ആ സംഭവം. എനിക്ക് സ്പെഷ്യൽ ഒരു ബീച്ച് ഷവർമ്മ. ഇത് എനിക്ക് തോന്നുന്നു ഒരു 2 കിലോ ഉണ്ട്. ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സംഭവം വാങ്ങിക്കുന്നത്. ഇവള് കഴിച്ച് ഫിനിഷ് ആയിക്കോളും, അതുകൊണ്ട് പറയും. അപ്പൊ ഇന്ന് ആസ കഴിക്കുന്നത് കാണിച്ചു കൊടുക്കാം നമുക്ക്, എങ്ങനെയാണ് ഒരു ഷവർമ്മ കഴിക്കാന്ന്. അത് നിങ്ങൾക്ക് എല്ലാവരും ആദ്യം ഡാഡി പീൽ ഓഫ് ചെയ്ത് കൊടുക്കും, എന്നിട്ട് അവാസിൻ കഴിക്കോളും. അവാസിൻ കട്ട വെയിറ്റിംഗ് ആണ്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ തൊട്ടിട്ട് അവാസിന് ഇതിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. അത്ര ഇഷ്ടമാണ്. ഇത് കിട്ടിക്കഴിഞ്ഞാ പിന്നെ അവള് ബാക്കിലേക്കൊക്കെ പോയി ദൂരെ ഇരുന്നോളും. അല്ലെങ്കിൽ അവളിത് ഈ സെന്ററിൽ ഈ എന്താ പറയാ ഹാൻഡ് റെസ്റ്റിന്റെ അവിടെ ഉണ്ടാവും. ഇത് കിട്ടിക്കഴിഞ്ഞാ പിന്നെ ബാക്കിലേക്കവിടെ പോക്കോളും. അവാസിൻ എപ്പടി ഇருக்கு ഹൗസ് എങ്ങനെ ഷവർമ്മ കഴിക്കാം എന്ന് ഞാൻ കാണിച്ചു തരാം. വൺ സെക്കൻഡ് എങ്ങനെ ഷവർമ്മ കഴിക്കാന്നുള്ളതാണ് കാണിക്കുന്നത്. ഒരു പകുതി എടുക്കുക, എന്നിട്ട് ആ ഒരു പകുതി എടുക്കുക. ഈ പകുതി എടുത്ത് നീ നിന്റെ തുറന്നു കിടക്കും. ഇതെങ്ങനെ സംഭവം? ഇതെങ്ങനെയാണ് അറിയില്ല, നോക്കട്ടെ. ഇത് എന്തോ ഒരു എനിക്കൊന്നും തക്കാളിയുടെ മറ്റേ സാധനം ആണോ തോന്നുന്നു. ഇതൊരു വലിയ സംഭവമാണ്. ഞാൻ ഈ സംഭവം നമ്മൾ ആദ്യമായിട്ടാണ് വാങ്ങിക്കുന്നത് കേട്ടോ. 1.5 കിലോ ഉണ്ട്. മൈ ഗോഡ്, ദാറ്റ്സ് സോ ഹ്യൂജ്. കുറേ ഉണ്ടോ അത്. ഇതെന്നെ കൊണ്ട് പറ്റൂല. ഇത് നോക്ക്. ഇതൊന്നും ഇല്ലടാ. മീൻസ് സ്പൂണൊന്നും ഇല്ല. എന്ത് ഇതിലിട്ടോ അത് വേണ്ടല്ലോ. കുബൂസ് അവർക്ക് കൊടുക്കാം. ആശ്രയിച്ചോളൂ. ഇതിലിട്ടോ സ്പൂമുണ്ട് വീട്ടില്. അത് കിട്ടോ. ആ വേണ്ട, ഒരു ഇത് പ്രത്യേകിച്ച് ഇതിന് ടേസ്റ്റ് പറയാനൊന്നുമില്ല. ഇത് എന്താ പറയാ, ഷവർമ്മ എല്ലാം കൂടെ ഇങ്ങനെ ചിക്കൻ മാത്രമല്ല, കുബൂസ് സെപ്പറേറ്റ് ഉണ്ട്. അതിലുള്ളതെല്ലാം സ്കാറ്റേർഡ് ആയിട്ട് എല്ലാം ഇങ്ങനെ സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട്. എന്താണ് ഇത് തീറ്റാവുക്ക്, എന്റെ നാട്ടിൽ തീറ്റാവെന്ന് പറയും. തീറ്റാവുക്കൾക്കുള്ളതാണ്. ഗുണ്ടാവൂസ് അവിടേക്ക് ഉള്ളതാണ്, എനിക്കല്ല. തീറ്റാവൂസ് ആൻഡ് ഗുണ്ടാവൂസ്. ഇവൾക്ക് ഇതൊക്കെ ഉണ്ടോ? ഇത് കൊള്ളാട്ടോ സംഭവം. ഇത് ഭയങ്കര ഹെവിയാണ്. ഇതിൽ ഒരാൾക്കൊന്നും പറ്റില്ല. ഒരു കപ്പിളില്ലേ ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കി കഴിക്കുന്ന നിന്നിട്ട് മതി. അത് ആ കപ്പിള് നമുക്ക് ആവണ്ട. നമുക്ക് ഇഷ്ടമില്ല സംസാരിക്കാം. ഫിനിഷ് ആയാല് അപ്പൊ നിങ്ങൾ എല്ലാരും പോയിട്ട് ആ വീഡിയോ കണ്ടിട്ട് പോവാ. എന്നിട്ട് അത് എങ്ങനെയുണ്ടെന്ന് പറയൂ. അത്രേ ഉള്ളൂ.
എനിക്ക് വീഡിയോയിൽ വരുന്ന സമയത്ത് കണ്ണടയില്ലാതെ സംസാരിക്കുമ്പോഴാണ് ഇച്ചിരി കോൺഫിഡൻസ് കിട്ടുന്നത്. ഹൗസ് മൈ ന്യൂ ഹെയർ സ്റ്റൈൽ. ഹലോ. ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി 2 ദിവസം മുന്നായിരുന്നു. അത് പ്രമാണിച്ച് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നതാണ്. ഞാനൊരു ജ്യൂസ് മാത്രം കഴിച്ചു. അത് പറയില്ല. അത് നിനക്ക് ഇവളെ പുറത്തിറങ്ങുന്ന സമയത്ത് ബംഗാളികളെ അങ്ങനെ പറയാൻ പാടില്ല. പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ഇല്ല, വേണ്ട. അവർക്ക് ബ്ലഡ് ഉണ്ടാകാൻ വേണ്ടിയിട്ടേ പൊമഗ്രനേറ്റ്. ഇതെന്താ സംഭവം? ഇത് പേര് ഇതിലുണ്ട്. ഒരു മിനിറ്റ്, പേര് നോക്കട്ടെ. അതിന്റെ പേരാണ്, അതിലേക്ക് നമുക്ക് വരാം. എന്താ? അക്കാവി ചീസ്. ബനാന മിൽക്ക്. അസന്ന് സ്പെഷ്യലായിട്ട് ബനാന മിൽക്ക് കുടിക്കണം. ഹലോ ഗായ്സ്, വെൽക്കം ടു ദിസ് ഷോർട്ട് വീഡിയോ. ഇതൊരു കുഞ്ഞി വീഡിയോ ആണ്. ഞങ്ങൾ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി വന്നേക്കാണ്. ഒരു അറബിക് റെസ്റ്റോറൻ്റ് ആണ്. അറബിക് റെസ്റ്റോറൻ്റ് പേരെന്താണ് പറയൂ? ബുക്ക് അത് അറബിയിലാണ് എഴുതിയിട്ടുള്ളത്, അതുകൊണ്ട് നോക്കട്ടെ. എല്ലാ ഫ്രണ്ടിലും എഴുതിയിട്ടുണ്ട്. ബലദൽ ഷാം. ബലദ് അൽ ഷാം എന്നാണ് ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ പേര്. ഞങ്ങൾ കുറേ പ്രാവശ്യം വന്നിരുന്ന് കഴിച്ചിട്ടുണ്ട്, പക്ഷേ വീഡിയോസിലൊന്നും കാണിച്ചിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ഓർത്ത് ആനിവേഴ്സറി സ്പെഷ്യലായിട്ട് ഇവിടെ വന്നിട്ട് ഫുഡ് കഴിക്കാമെന്ന്. എനിക്ക് അറബിക് ഫുഡാണ് ഏറ്റവും ഇഷ്ടം. ഇന്ത്യൻ ഇഷ്ടമാണ്, എന്നാലും അറബിക് ഫുഡ് കുറച്ച് പ്രിയം കൂടുതലാണ്. സോ നമ്മളോർത്ത് ഇന്ന് ഇവിടെ വന്നിട്ട് ഫുഡ് കഴിക്കാമെന്ന്. ഞങ്ങൾ എന്തൊക്കെയാണ് ഓർഡർ ചെയ്തേക്കണം എന്നുള്ളത് വരുമ്പോൾ കാണിച്ചു തരാം, എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. സോ വെൽക്കം ടു മൈ വീഡിയോ. ഇവള് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവൾക്ക് അറബിക് ഫുഡിനെ കുറിച്ചിട്ട് ഭയങ്കര നോളജാണ്. അതുകൊണ്ടാണ് അവളത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എക്സ്പ്ലെയിൻ ഒക്കെ ചെയ്തു തരുന്നത്. എന്നാ വീഡിയോ എടുക്കാലോ. അപ്പോൾ ആദ്യമായിട്ട് ഞങ്ങൾ തുടക്കം കുടിക്കണത് ജ്യൂസ് കുടിച്ചിട്ടാണ്. ആദ്യം സ്ട്രോ പുറത്തേക്ക് എടുക്കണം. മമ്മി പൊട്ടിച്ചേരാം. അതങ്ങനെ വരുമോ? ഓക്കെ. Ready, 1, 2, 3. അസ ബനാന മിൽക്ക് എങ്ങനെ? ബനാന മിൽക്ക് പോലെ ഉണ്ടോ? ഈ ബനാന മിൽക്ക് വീട്ടിലടിച്ചു കൊടുക്കുമ്പോ കൊള്ളൂല. ഇത് കണ്ടോ, ഇത് കുറച്ച് നൈസാണ്. This was with the mixture of milk, banana and condensed milk and a tad bit of sugar. I think everything has sugar in it. ഇത് പൊമോഗ്രാനൈറ്റ് ആണ്. ഇത് ക്യാരറ്റ് ആണ്. ഇത് ക്യാരറ്റ് പോലെ ഉണ്ട്. പിന്നെ മിൽക്ക് ആഡ് ചെയ്ത് കാരണം എനിക്ക് ഇവിടുത്തെ ഇൻഗ്രീഡിയൻസ് ആണെങ്കിൽ പൊമോഗ്രാനൈറ്റും പിന്നെ വെള്ളം. ഇത് കുക്കുംബർ, അത് കുക്കുംബറിന്റെ ടേസ്റ്റ് ഉണ്ട്. ഇതിന്റെ പേരെന്താ? അല്ല, Cabbage. ഇതിന്റെ പേരാണ് ലെറ്റസ്. That's not cabbage. That's not cabbage. Lettuce. And this is cucumber. എന്താണ് അറിയുന്നത്? ഒന്നൂടി പറഞ്ഞേ. കുക്കുംബർ എന്നൂടി പറഞ്ഞേ. Cucumber. അല്ലേ? Not food. ആണല്ലേ? Cucumber. This is also bitter carrot. ഇവള് പണ്ട് മറ്റേ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ച കാരണമാണ് അവളുടെ ഇംഗ്ലീഷൊക്കെ ഇങ്ങനെ. ഞാനിത് കഴിക്കുന്നത് കാണിച്ചു തരാം. ഇവിടെ ഭയങ്കര ബഹളമുണ്ട്. ബിക്കോസ് ഇവിടെ കുറേ ആൾക്കാർ, ഭയങ്കര റഷാണ്. ഇറ്റ്സ് എ വീക്കെൻഡ്. അപ്പം അത് കാരണം നല്ല തിരക്കുണ്ട്. സോ നമ്മളടുത്ത ഫുഡ് എത്തിയിരിക്കുകയാണ്. ഫുഡല്ല, ഹുബൂസ് മാത്രമാണ് തന്നേക്കണത്. ദിസ് ഈസ് ദ ഫുഡ്. ഇതെന്താണ്? ടിക്ക. വാട്ട് ഈസ് ദിസ്? ടിക്ക ഇറ്റാലിയൻ ആണ് ഇവിടെ വന്നേക്കണത്. അരേ വാ, അടിപൊളി. ഫുൾ വെജിറ്റബിൾസ് ആണല്ലോ. ഇതിനകത്ത് വല്ലതും ഉണ്ടോ? ആരാധകർക്ക് നിന്നെ കാണാൻ ഇഷ്ടം. ഇതിന്റെ പേരെന്താ? റൈസ് ആണോ? അത് താങ്ക് യു.
ചിക്കനാണ്. ഇവിടുത്തെ ഫുഡ് നല്ല കിടലാണ്, സൂപ്പർ. ചിക്കൻ ടിക്ക ടേസ്റ്റ് ചെയ്ത് പറയാം. നല്ല ജ്യൂസിയാണ്, നല്ല സ്മോക്കും ഇതൊക്കെ വന്നിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. ഭയങ്കര ടെൻഡറാണ്, ഭയങ്കര ടെൻഡറാണ്. അടിപൊളിയാണ്. ഈ സംഭവം ഉണ്ടല്ലോ, ഇത് കഴിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് എൻ്റെ മൈൻഡിലേക്ക് ഓടി വരുന്ന ഒരു കഥ ഞാൻ പറഞ്ഞുതരാം. കഥ ഒന്നുമല്ല, പണ്ട് എന്താ പറയുക, കുഞ്ഞായിരിക്കുമ്പോൾ ഞങ്ങൾ ഫോർട്ട് കൊച്ചിയിലൊക്കെ പോകുമ്പോൾ, മട്ടാഞ്ചേരിയിൽ പോകുമ്പോൾ അവിടെ കായ്ക്കാൻ്റെ കട ഉണ്ട്. കായ്ക്കാൻ്റെ കടയിൽ വെളിച്ചെണ്ണ പത്തിരി കിട്ടും, റൗണ്ടായിട്ട്. കൊച്ചിക്കാർക്ക് അറിയാൻ പറ്റും. അതിലിങ്ങനെ എള്ളുണ്ടാവും. അപ്പോൾ അതിങ്ങനെ കഴിച്ചപ്പോൾ പെട്ടെന്ന് എനിക്ക് ആ ചൈൽഡ്ഹുഡ് മെമ്മറി പെട്ടെന്ന് ഇങ്ങനെ മൈൻഡിൽ വന്നു ഈ സാധനം കഴിച്ചപ്പോൾ. ആ സെയിം വെളിച്ചെണ്ണ പത്തിരി ഉണ്ടായ എള്ളുള്ള കാരണമായിരിക്കും ആ ഒരു ടേസ്റ്റ് വന്നു. നല്ല സൂപ്പർ സാധനം. ഇവർക്ക് ഈ സാധനം കഴിച്ചപ്പോൾ ചൈൽഡ്ഹുഡ് മെമ്മറി വന്നു. അതുപോലെ ഇത് കഴിച്ചപ്പോൾ എനിക്കും ചൈൽഡ്ഹുഡ് മെമ്മറി വരുന്നതാണ്. കാരണം എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ നിറച്ച് പാടമാണ്. പാടത്ത് കംപ്ലീറ്റ് ബ്രോക്കോളി ഉണ്ടാവും. അപ്പോൾ പാടത്തെ ബ്രോക്കോളി കൃഷിയായിരുന്നു. വലിയ വലിയ ബ്രോക്കോളി ഉണ്ടാവും. ഞാൻ വീഡിയോ കാണുന്നവർക്ക് അറിയാം, കേരളത്തിൽ കൂടുതലുള്ളത് ബ്രോക്കോളിയാണ്. അപ്പോൾ ഈ ബ്രോക്കോളി ഫ്രൈ ചെയ്തിട്ട് പൊരിച്ചിട്ട് ബിരിയാണി വെച്ചിട്ടൊക്കെ തരും. ബ്രോക്കോളി ബിരിയാണി ഭയങ്കര ഒരു നൊസ്റ്റാൾജിക് മെമ്മറി ഉണ്ട്. അവൾക്ക് മെമ്മറി വന്നപ്പോൾ എനിക്ക് മെമ്മറി വന്നു. അപ്പോൾ അത് പറയാനാണ്. അത് ഇതുപോലെ തൂമൊക്കെ കൂട്ടിയിട്ട് ഞങ്ങൾ ബ്രോക്കോളി കഴിക്കുമായിരുന്നു കുഞ്ഞുനാളിൽ. ബ്രോക്കോളി എന്ന് ഉദ്ദേശിക്കുന്ന കപ്പയാണ്, കപ്പ മരച്ചീനി. I also have a story. I always see these big broccolis. They're really huge. They're like near our house. They're really big, but they don't taste like broccolis. അപ്പൻ്റെ മോള Tasty. കുടിച്ചിട്ട് പറയാൻ പറഞ്ഞു. ഇതിന് മുന്നേ വീഡിയോ എടുക്കുന്നതിന് മുന്നേ ഒന്ന് കുടിച്ചു. എന്നിട്ട് എന്താ പറഞ്ഞ, ആദ്യം എന്താ പറഞ്ഞ പറ. അത് ഞാൻ സ്ട്രോബെറി എന്നാ പറഞ്ഞത്. ഇപ്പൊ എന്താ പറയുന്നത്? എവിടെയോ നല്ല പഠിച്ചു പുറത്തേക്ക് വന്നു. അധികം കുടിക്കണ്ട. ഞാൻ അസക്ക് കൊടുക്കാം, അസക്ക് ചെയ്യട്ടെ. എടാ ശരി, അവന് തുമ്പത്ത് കിടക്കുന്നത് എന്താ സംഭവം എന്നുള്ളത്. പറ. ഫ്രൂട്ടാണെന്ന് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞിരിക്കുന്നതാണ് ഇത്. എന്നെടുക്ക്. അയ്യേ, ഇതില് വൃത്തിയിടാക്കി. അവളെ വായിക്കാനൊക്കെ നോക്കും. ഗൈസ്, ഒരു പേരക്ക ജ്യൂസ് കുടിച്ചിട്ട് അത് പേരക്ക എന്ന് പറയാൻ ഈ രണ്ടാൾക്കും അറിയില്ല. ഗൈസ്, ഇറ്റ്സ് ജസ്റ്റ് പേരക്ക ഗൈസ്. ഒട്ടും മനസ്സിലാവണല്ലോ. വേറെന്തൊക്കെയാണ്? നിങ്ങൾ വീഡിയോ കണ്ടിട്ടും ഞങ്ങളുടെ ഷവർമ കഴിക്കൽ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കൂടുതൽ ഇതുപോലെയുള്ള മനോഹരമായ വീഡിയോസുമായി ഞങ്ങൾ വീണ്ടും വരും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.